ടിക്കറ്റ് എടുത്തിട്ട് അകത്ത് കയറാമോ? അകത്ത് കയറണോ? ആ അതിനെ ഇതേപോലെ നമുക്ക് രാത്രി എടുക്കണം കേട്ടോ. അല്ലേ ഇതിപ്പം നൈറ്റ് വ്യൂ എടുക്കണം ഇതേപോലെ. ഓക്കെ ആ ഗേറ്റ് അടച്ചില്ല. എന്റേത് ഇതാക്കുന്നത് അല്ലേ? ഓ അപ്പൊ സ്ട്രെയിറ്റാ പോകണ്ട അങ്ങോട്ടല്ല. ആ പോടാ. ഇത് ജപ്പാന്റെ തലസ്ഥാനത്തിലെ സ്റ്റാച്ചു. ജപ്പാന്റെ ഡ്രാഗൺ അല്ലേ? ആണോ? ജപ്പാൻ ഡ്രാഗൺ ആണോ? പക്ഷെ ഇതിന്റെ സ്റ്റാച്ചു ആണ്. ആണോ? നോക്കിട്ടോ പൊടിയാണോ നോക്കണം അതിൻ്റെ അത് മൊത്തം. പൊടി പൊടി ഭയങ്കര പൊടി. വാ അതേതാണ് തജുമാറോട് ഹാരജമന്തി. അത് വെള്ള ഹാരജമന്തി, ഓരോ നിറത്തിലുള്ള ഹാരജമന്തി. ആ വാ അത് തൊടല് വാ. അങ്ങനത്തെ ഉണ്ട് ഹാരജമന്തി 2-3 ഐറ്റം ഉണ്ട്. അതും ഹാരജമന്തിയാണ്. നമ്മളെ വീട്ടിലുണ്ട്. അതാ ഓടെ കള്ളം പറയല്ലേ. ആ ഇത് കാർത്തിക പൂ. പിങ്ക് നമ്മളെ വീട്ടിലില്ല. പിങ്ക് കളർ എന്ത് കളറുണ്ട് ഇപ്പം? സൺഫ്ലവറിന്റെ പോലെ ഇരിക്കണം. അതിന്റെ ചെറിയ മോഡൽ അല്ലേ? കൊള്ളാം അല്ലേ? അത് അറിയണോ മക്കളെ? സൂര്യകാന്തിയിലെ വേറൊരു ടൈപ്പ് പോലെ ഇരിക്കണം. ഒരുപാട് അടുക്കുള്ള പൂവ് അറിയൂടാ. അതൊക്കെ ഇതിന്റെയൊക്കെ ശാസ്ത്രീയ നാമം എന്ന് പറയും. കളർ മാറിയിട്ടുണ്ടല്ലോ. അത് തന്നെ നമ്മളിപ്പം നോർമൽ പച്ച കളറും അല്ലെ ഇപ്പം അതേപോലെ വേറെ കളറൊക്കെ അല്ലേ കണ്ടിട്ടുള്ള. ഇത് കണ്ട ചുവപ്പ് കളറുള്ള ഇല കണ്ട. അതാണ് അടുത്തൊന്ന് പോയിരുന്നു. അങ്ങോട്ട് കുറച്ച് ബാക്കിൽ മാസ്ക് മാറ്റ് എങ്കിലല്ലേ അറിയാൻ പറ്റുള്ളൂ. ഇങ്ങനെയാണെന്ന്. ഒരു മിനിറ്റേ നിൽക്കി ഡിപ്പാർട്ട്മെന്റ് ഓഫ് മ്യൂസിയം സൂവിലുണ്ടോ ഇത്? അവിടെ ഇല്ലല്ലോ. ആ മഞ്ഞ വെള്ള എന്ന് പറയണത് പൂവാണ്. താഴെ ആ താറാവിക്കണില്ലേ, അത് കളറടിച്ച പൂവാണ്. സീബ്ര ഉണ്ട? അതെ സീബ്രയ്ക്ക്. ആ അതാണ് ഇപ്പൊ ഇവിടുത്തെ സീബ്രയ്ക്ക് പർപ്പിൾ കളറാണ്, വൈറ്റ് ബ്ലാക്ക് അല്ല കേട്ടാ. ഇത് മോഡേൺ സീബ്രയാണ്. ഓക്കെ നമ്മളെ വീട്ടിലുണ്ട്. അതിനടാ ഇതെല്ലാം തെറ്റിപ്പൂവാണ്. മുള്ളു പോലത്തില്ല അങ്ങനത്തെ അത് നമ്മളുണ്ട്. ഇത് തെറ്റിപ്പൂവിലെ ഓരോ ഐറ്റമാണ് കണ്ട. എത്ര മോഡലുണ്ടെന്ന് നോക്കി.
പിങ്ക് വൈറ്റ് എല്ലാം ഉണ്ടല്ലോ. ബ്രൗൺ ഉണ്ട്, വൈറ്റ് ഉണ്ട്, അതെ, തെറ്റിപ്പൂവിൽ എന്തുമാത്രം ഡിഫറൻസ് ആയിട്ടുണ്ടോ നോക്കിയേ. പർപ്പിൾ ഉണ്ട്, സൂപ്പർ അല്ലേ? എല്ലാം ഉണ്ട് ഉള്ളത് കേട്ടോ. ഇത് വലുത്, ആ പൂവ് വലിയ പൂവായി കഴിഞ്ഞാൽ അത് കറി വയ്ക്കാൻ ഉപയോഗിക്കുന്ന ചെമ്പരത്തിയാണ്. അടുക്ക് ചെമ്പരത്തി എന്ന് പറയും. അടുക്ക് ചെമ്പരത്തി. ഇത് ക്രീപ്പിംഗ് അത് ശാസ്ത്രീയ നാമമാണ് നോക്കുക. നമുക്കത് ഡിസ്പ്ലേ ആണോ? ഫോണിൽ ഡിസ്പ്ലേ? ആ ഡിസ്പ്ലേ അല്ലടാ ഉദ്ദേശിക്കുന്നത്. ആർട്ടിക്കൽ ഡിസ്പ്ലേ പാർക്കിന് എത്ര ദൂരമുണ്ട്? ഇത് കണ്ട, ഇത് തന്നെ. ഇത് കണ്ട, മരത്തിൻ്റെ മേളിൽ ഇങ്ങനെ കയറിട്ട് കെട്ടി ബോൾ പോലെ ഇരിക്കുന്ന ചെടി കണ്ട. സൂപ്പർ അല്ലേ? അന്നത്തെ ഉണ്ട്. ഇതേപോലത്തെ പൂ അച്ഛൻ്റെ വീട്ടിലുണ്ടല്ലോ. അതുണ്ട്. പക്ഷെ ഇതേപോലത്തെ വലുതാ. ഇതുണ്ട്, റോസാ പൂണ്ട്. എന്തുമാത്രം റോസ ഉണ്ട്, ഡിഫറൻസ് റോസ ഉണ്ട്. നമ്മളെ വെള്ളയുണ്ട്. അതൊരു പൂലം തുടല്ലേ? ഇതും ഉണ്ട് നമ്മളെ വീട്ടിൽ. അച്ഛൻ കിട്ടിയത് റോസ് ചുവപ്പേ ഉള്ളൂ. ചോപ്പാ ഇതാ. ഇത് ഇനി നാളെ പൂക്കുള്ളത്. 10 മണി 4 മണി 4 മണി ആയിട്ടോ. ഇതൊക്കെ 4 മണിക്ക് പൂത്തിരിക്കുന്ന പൂക്കളാണ്. വെള്ളം മാറി കേട്ടോ. പുറത്തുനിന്ന് കണ്ട വെള്ളം വേണ്ട. അടിപൊളി അല്ലേ? ഞാൻ ഒന്നും ചെയ്യില്ലടേ. നീ ചെയ്യായിരുന്നു. പാൻറ് കയറി കൊണ്ടു വെച്ചിട്ടുണ്ട്. പാൻറ് ഐസ്ക്രീം ഓ പിന്നെ ഐസ്ക്രീം ഇരിക്കണം. എനിക്ക് ജോസം ഐസ്ക്രീം ഒന്നും കഴിച്ചൂടാ. കണ്ട ഐസ്ക്രീം ഇരിക്കുന്ന പൂ കണ്ട. ഇതാണ് വലിയ ഇല അല്ലേ? ജോയിന്റ് വാട്ടർ ലില്ലി. ഗെയിൻഡടാ. ഇത് നമുക്ക് ഇത്രയും വലിയ ഇല കണ്ടില്ല. വാട്ടർ ലില്ലിയോ? ഇത്രയും വലിയ ഇത്രയും വലിയ ഇല കണ്ടിട്ടുണ്ടോ? ജോയിന്റ് വാട്ടർ ലില്ലിയോ? ഇതിന്റെ പേര് എനിക്കറിയാം. അതിലൊന്നും എഴുതി വെച്ചിട്ടില്ല. കണ്ട ഇനിയാണ് ബോൺസായി മരങ്ങളാണ്. സൂപ്പർ അല്ലേ? ബോൺസായി എന്ന് വെച്ചാൽ ഈ ബോൺസായി വൃക്ഷങ്ങളെന്ന് പറഞ്ഞാൽ ഇത് ജപ്പാനിൽ ഉടലെടുത്ത സംഭവമാണ്, ആശയമാണ്. മരങ്ങളെയെല്ലാം ചെറുതായിട്ട് വളർത്തുന്ന രീതിയാണ് ബോൺസായി കൃഷി എന്ന് പറയണം. കേട്ടോ, ഇതുണ്ട് 40 വർഷം പഴക്കമുള്ള മരമാണ്. കണ്ട അത് ബോൺസായി ആയിട്ടിരിക്കുകയാണ്. കണ്ട 40 വർഷത്തെ പഴക്കമുണ്ട്. ഇത് 40 വർഷം പഴക്കമുള്ള മരമാണ്. എന്നുവെച്ചാൽ അച്ഛൻ്റെ പ്രായമുണ്ട് ഈ മരത്തിന്. 40 വർഷമുള്ള പുളി. നമ്മളവിടെ പുളിയില്ലേ? അത് പുളി ചിക്കൻ നിൽക്കാനുണ്ടെങ്കിൽ വാ കാണിച്ചത്. തൂക്ക് അത് തൂക്കി കിടക്കണേ. അത് തന്നെ. ഇത് അത് വലിയ മരത്തിൽ നിന്നല്ലേ ഉള്ളത്. ഇത് കണ്ട, ഇത് ചെറിയ മരത്തിൽ തന്നെ പുളി കായ്ക്കണേണ്ട. അതാണ് ബോൺസായി രീതി എന്ന് വെച്ചാൽ. വലിയ മരങ്ങളെ ചെറുതായിട്ട് വളർന്ന രീതിയാണ് ബോൺസായി. അത് ഇളകിപ്പോയി. ബാ അങ്ങോട്ട് പോവാ. ഇത് കണ്ട 40 വർഷം പഴക്കമുണ്ടിരുന്നു.
കണ്ട പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം എന്താണ്? ആ ഡോണ്ട് ടച്ച്. ആ ഇതെല്ലാം ഓർക്കിഡ് ഐറ്റത്തിൽപ്പെട്ടാണ്. കണ്ടാ? ഇല്ല. ആ അതങ്ങനെ തന്നെ. കണ്ട ഓർക്കിഡ് പൂവാണെന്നില്ല, അത് ഓർക്കിഡാണ്. ആ ആ അതെ, ഇത് സണ്ണില്ലെങ്കിലും നമ്മൾ വയ്ക്കുന്ന ഭാഗത്തോട്ട് തിരിഞ്ഞിരിക്കും. സണ്ണ് വേണമെന്നില്ല കേട്ടോ. അതാണ് ആ കളർ ഇതിൻ്റെ അകത്തിരിക്കുന്നതിന് വിത്ത്. പോട്ടെ പോട്ടെ പോട്ടെ. ആ ആ ഇതാണ് ആന്തോറിയം. ആയിക്കോട്ടെ. ഇതാണ് ആന്തോറിയം. ഇത് അങ്ങനല്ല.